ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സ്ത്രീയുടെ കൈപ്പത്തികൾ അറ്റുപോയ സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഹെയർ ഡ്രയറിൽ സ്ഫോടക വസ്തു ഘടിപ്പിച്ചുള്ള കൊലപാതക ശ്രമമാണ് നടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള സ്ത്രീയുടെ കാമുകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. സിനിമാ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സ് ആണ് ഹെയർ ഡ്രയർ പൊട്ടിത്തെറി കേസിൽ ഉണ്ടായിരിക്കുന്നത്. കൊറിയർ വഴി വന്ന ഹെയർ ഡ്രയർ സാങ്കേതിക തകരാറിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചു. ഇതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ ദുരൂഹതയുടെ ചുരുളഴിഞ്ഞു. പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബാസമ്മയ്ക്ക് സിദ്ധപ്പ എന്നയാളുമായി ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ നിന്ന് ബാസമ്മയെ പിന്തിരിപ്പിക്കാൻ അയൽവാസിയായ ശശികല ശ്രമിച്ചു. ഇതോടെ സിദ്ധപ്പയ്ക്ക് ശശികലയോട് വൈരാഗ്യമായി. ശശികലയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം വെച്ചാണ് ഹെയർ ഡ്രയറിനുള്ളിൽ ഡിറ്റണേറ്റർ ഘടിപ്പിച്ച് കൊറിയർ വഴി അയച്ചത്. ക്വാറികളിൽ ജോലി ചെയ്ത് പരിചയമുള്ളയാളാണ് സിദ്ധപ്പ. അവിടെ നിന്നാണ് സ്ഫോടക വസ്തു സംഘടിപ്പിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ശശികല വീട്ടിലില്ലാത്തതിനാൽ കൊറിയർ വാങ്ങിവെച്ചത് സിദ്ധപ്പയുടെ കാമുകിയായ ബാസമ്മയായിരുന്നു. കയ്യിൽ കിട്ടിയ ഹെയർ ഡ്രയർ പ്രവർത്തിപ്പിച്ചു നോക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. സ്ഫോടനത്തിൽ ബാസമ്മയുടെ 2 കൈപ്പത്തികളും അറ്റുപോയിരുന്നു. താൻ ഹെയർ ഡ്രയർ ഓർഡർ ചെയ്തിട്ടില്ലെന്ന ശശികലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് വഴിത്തിരിവായത്. ബാഗൽകോട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സിദ്ധപ്പയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.